മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനാണ് തേക്കടി ഷട്ടർ തുറക്കുന്നത്. സാധാരണ ജൂൺ 1-നാണ് ഷട്ടർ തുറക്കുക. ഇത്തവണ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് 2 മാസത്തിലധികം വൈകിയത്. എം സി ബോബൻ വിശദാംശങ്ങൾ നൽകും. ബോബൻ, മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയാണ്. എപ്പോഴാണ് അണക്കെട്ട് തുറക്കുക? ജില്ലയിൽ മഴയുടെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? നിലവിൽ ഈ ജലനിരപ്പ് ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? അശ്വതി, ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കം ദുർബലമായത് കേരളത്തെ മാത്രമല്ല തമിഴ്നാടിനെയും ഏറെ ബാധിച്ചിരുന്നു. തമിഴ്നാട്ടിൽ കൃഷിക്ക് പോലും വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണ മുല്ലപ്പെരിയാർ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകൾ മധുര, തേനി, ദിണ്ടിഗൽ, രാമനാഥപുരം തുടങ്ങിയ 5 ജില്ലകളിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി നടത്തിയിരുന്നത്. എന്നാൽ ജൂൺ 1-ാം തീയതിയാണ് എല്ലാ വർഷവും മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നതും. എന്നാൽ ഇത്തവണ ജലനിരപ്പ് തീരെ താഴെയായിരുന്നു മുല്ലപ്പെരിയാറിൽ. അതുകൊണ്ട് തന്നെ 2 മാസം വൈകിയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ തേക്കടി ഷട്ടർ തുറന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കമ്പം ജില്ലയിലെ 14,707 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കുന്നതിനായാണ് ഈ വെള്ളം എടുക്കുക. രാവിലെ 10:30 തമിഴ്നാട്ടിൽ നിന്നും തേനി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം തേക്കടി ഷട്ടർ തുറക്കുന്നതിനായി എത്തും. പൂജകൾക്ക് ശേഷം, കർഷക സംഘടനകളുടെയും മറ്റും പൂജകൾക്ക് ശേഷമാണ് തേക്കടി ഷട്ടർ തുറക്കുക. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഇപ്പോൾ 122 അടി മാത്രമാണ്. 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നെങ്കിൽ മാത്രമേ, അതിന് മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകൂ. അതുകൊണ്ട് തന്നെ പെരിയാർ തീരവാസികൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് ഈ വെള്ളം പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. രാത്രിയിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളൂ. 2 ദിവസമായി ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലും 50% അടുത്ത് മാത്രമാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. അശ്വതി.